പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ പരിശോധിച്ചാൽ കുഴൽപ്പണ കള്ളപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട് LDFിനെ കുറ്റപ്പെടുത്താനാണ് അവരെന്നും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാലക്കാടും വടകരയും തൃശ്ശൂരും ചേർന്നുള്ള ഒരു ഡീൽ ഉണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നത്. 4 കോടി ഷാഫി പറമ്പലിന് കൊടുത്തു എന്ന് കെ സുരേന്ദ്രൻ്റെ വെളിപ്പെടുത്തൽ ഇവർ തമ്മിലുള്ള കൂട്ടുകെട്ടിൻ്റെ തെളിവാണ്. പണം മാത്രമല്ല, ഒപ്പം വോട്ടും കൈമാറുക എന്ന ഡീലാണിവർ തമ്മിലുള്ളത്. തൃശ്ശൂരിൽ കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ BJPക്കാണ് ലഭിച്ചത് എന്നതും കൂട്ടി വായിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഡീലിൻ്റെ യാഥാർത്ഥ്യം പുറത്തു വരുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ നിലപാടുകളും നയങ്ങളും ഇതിലേക്ക് തന്നെയാണ് വീണ്ടും നയിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. കള്ളപ്പണ ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ BJPയോടൊപ്പം തന്നെ കോൺഗ്രസും പിന്നിലല്ല എന്നാണ് പാലക്കാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും പൊട്ടിത്തെറിയുമാണ് ഉയർന്നു വന്നിട്ടുള്ളത്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം 9 നേതാക്കൾ, പ്രമുഖരായ നേതാക്കൾ, സാധാരണ അനുയായികളല്ല, ആ പാർട്ടിയിൽ നിന്നും പുറത്തു പോകുന്ന സ്ഥിതി ഉണ്ടായി. രാഷ്ട്രീയ പ്രശ്നങ്ങൾ തന്നെയാണ് ഈ രാജിവെച്ചൊഴിയുന്നതിൻ്റെ പശ്ചാത്തലമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അവസാനമായി രാജിവെച്ച OP കൃഷ്ണകുമാരി വെള്ളനേഴി പഞ്ചായത്തിലെ കോൺഗ്രസ് BJP ബന്ധത്തെ അതിശക്തിയായിട്ട് എതിർക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത കോൺഗ്രസ് നേതാവാണ്. നേരത്തെ പൂക്കോട്ട് കടവിലും കോൺഗ്രസ് BJP പരസ്യമായ സഖ്യം ഉണ്ടാക്കിയിരുന്നു എന്ന് അവർ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് നിലവിലുള്ള മതനിരപേക്ഷ നിലപാടുകൾ അംഗീകരിക്കുന്ന നിരവധി ആളുകൾ ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് ഇടതുപക്ഷവുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നതാണ് ഈ സംഭവവികാസങ്ങളെല്ലാം കാണിക്കുന്നത്. ശരിയായ നിലപാടുകൾക്ക് വലിയ പിന്തുണയാണ് നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത്.